നിങ്ങൾക്കൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക്, വെറും ഒരു ദിവസത്തേക്ക്, ഒറ്റ ദിവസത്തേക്കാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പണമില്ല, കഷ്ടപ്പാടാണ്, വില കൂടുതലാണ്, എനിക്ക് വയ്യ എന്നൊരു തരത്തിലും ഒരക്ഷരം പോലും മിണ്ടരുത്. ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ചെയ്തു നോക്കൂ. അപ്പോൾ അറിയാം നമ്മൾ എത്രമാത്രം നെഗറ്റീവാണ് ദിവസം അറിയാതെ സംസാരിക്കുന്നതെന്ന്. ഈ 24 മണിക്കൂർ നിങ്ങളുടെ വിധി മാറ്റി എഴുതും. വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതേ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡേ 8ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് 8ാമത്തെ ദിവസം എടുത്ത് നിൽക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേൾക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. തമ്പുരാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട്, കൂടുതൽ വീഡിയോകൾക്കായിട്ട് കൂടെ നിന്നോളൂ. അതുപോലെ ഞാൻ ഈ നിമിഷം നിങ്ങളെ അറിയിക്കുന്നു, നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ സെഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ വാട്ടർ ടെക്നിക്, മണി അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 5 മണി മുതൽ 5:30 വരെ തികച്ചും സൗജന്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലൈവ് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഇന്ന് ഡേ 8ലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബൈബിളുകളിലും വേദങ്ങളിലും പറയുന്നു, ആദ്യം വചനമുണ്ടായി. അബ്രാകാഡബ്ര എന്ന മാന്ത്രിക വാക്കിൻ്റെ അർത്ഥം അറിയാവോ? അറാമിക് ഭാഷയിൽ അതിൻ്റെ അർത്ഥം പറയുന്നത് ഐ ക്രിയേറ്റ് ആസ് ഐ സ്പീക്ക്. ഐ ക്രിയേറ്റ് ആസ് ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ്. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഓരോ വാക്കും ഒരു പ്രവചനമാണ്. നിങ്ങൾ എനിക്ക് കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം പറയുന്നു തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ. നിങ്ങൾ സ്വന്തം വിധിയെ ശപിക്കുകയാണ് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു വാക്ക് ഉപവാസം അല്ലെങ്കിൽ മെൻ്റൽ ഡയറ്റ് എടുക്കാൻ പോവാണ്. 24 മണിക്കൂർ നമ്മൾ പണത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒരൊറ്റ നെഗറ്റീവ് വാക്ക് പോലും പറയില്ല. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ചലഞ്ച്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് നമ്മൾ വാക്ക് തലങ്ങളിൽ ഉപവാസം എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ മെൻ്റൽ തലങ്ങളിൽ ഉപവാസം ഡയറ്റ് എടുക്കാൻ പോവാണ്. 24 മണിക്കൂർ നമ്മൾ പണത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒരു തരത്തിലും നെഗറ്റീവ് വാക്ക് പോലും സംസാരിക്കില്ല, പറയില്ല എന്ന്. പലപ്പോഴും നമ്മുടെ പഴയ ചലഞ്ചുകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. RACയുടെ ആക്ടിവേഷൻ. നിങ്ങൾ പരാതി പറയുമ്പോൾ നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം നെഗറ്റീവ് കാര്യങ്ങളെ തേടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. വില കൂടുതലാണെന്ന് പറഞ്ഞാൽ വില കൂടിയ സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ കണ്ണിൽ പെടുകയുള്ളൂ. അവസരങ്ങൾ കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? അവസരങ്ങൾ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്കെയിൽ ഓഫ് കോൺഷ്യസ്നെസ്സിലെ അല്ലെങ്കിൽ 70 ലേയേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ അത് പ്രകാരം പരാതിയും ഭയവും വളരെ താഴ്ന്ന വൈബ്രേഷൻ ആണെന്ന് പറയപ്പെടുന്നു. നമുക്ക് കാണാൻ സാധിക്കും. പണം, സ്നേഹം, സന്തോഷം എന്നിവ ഉയർന്ന വൈബ്രേഷനാണ്. അത് ഹൈലി അപ്പിൽ നിൽക്കുന്ന വൈബ്രേഷനാണ്. സോ ലോ ഓഫ് വൈബ്രേഷൻ നിന്നുകൊണ്ട് ഹൈ വൈബ്രേഷനിലുള്ള പണത്തെ ആകർഷിക്കാൻ കഴിയില്ല. സൂചിപ്പിക്കുന്നു, നിങ്ങൾ ലോ വൈബ്രേഷനിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഹൈ വൈബ്രേഷനുള്ള പണത്തെ ആകർഷിക്കാനായിട്ട് കഴിയില്ല. അത് റേഡിയോ ഫ്രീക്വൻസി പോലെ തന്നെ. ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാത്രമേ, നിങ്ങളുടെ വൈബ്രേഷൻസിനനുസരിച്ച് മാത്രമേ അത് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് റീച്ച് ആവുള്ളൂ. എന്നാൽ പലരും പറയും, സാർ ഇത് സത്യമല്ലേ, ഇത് പൈസ ഇല്ല എന്ന്, പണമില്ല എന്ന് പറയുന്നത് സത്യമല്ലേ, പിന്നെ ഞാൻ എന്തിന് കള്ളം പറയണം, ഞാൻ സത്യമല്ലേ പറയണേ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ശ്രദ്ധിക്കണം. മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഇപ്പോഴത്തെ സത്യമല്ല, കറണ്ട് റിയാലിറ്റി അല്ല നമ്മൾ പറയുന്നത്, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന സത്യത്തെയാണ്, ഡിസേർഡ് റിയാലിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇല്ലാത്തതിനെക്കുറിച്ച് അല്ല നമ്മൾ റിയാലിറ്റി എഴുതി നോക്കേണ്ടത്. ഡിസേർഡ് ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഭാവിയിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോഴത്തെ ഇല്ലായ്മയെക്കുറിച്ച് സംസാരിച്ചാൽ നാളെയും അത് തന്നെ ആവർത്തിക്കും. ഈ ചങ്ങല പൊട്ടിക്കേണ്ടത് മൗനം പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. മൗനം പാലിച്ചേ പറ്റുള്ളൂ. ആ സമയത്ത് ഇല്ല എന്നല്ല പറയേണ്ടത്. കറണ്ട് റിയാലിറ്റി നോക്കാതെ ഡിസേർഡ് ആയിട്ടുള്ള റിയാലിറ്റിയെക്കുറിച്ച് നമ്മളെപ്പോഴും ഫോക്കസ്ഡ് ആവണം. നമ്മളെപ്പോഴും എല്ലാ സെഷനിലും പറയുന്നത് പോലെ ഇതിനെ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ട് ടെക്നിക്സും കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫോളോ ചെയ്യണേ. ടിൽ നൗ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഇൻ അല്ലെങ്കിൽ യെസ് എന്നതിലും കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങൾ എത്ര ദൂരം വരെ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള നല്ല സൂപ്പർ കണ്ടൻറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്.
ആക്ച്വലി ഇതൊരു കഠിനമായ വ്രതമാണെന്ന് മനസ്സിലാക്കുക. ഇത് വിജയിക്കാനായിട്ടുള്ള നമുക്ക് നല്ലൊരു ട്രിക്കും ഉപയോഗിക്കാൻ പറ്റും. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ കൈത്തണ്ടയിൽ ഒരു റബ്ബർ ബാൻഡ് ഇടണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, അടുത്ത 24 മണിക്കൂർ നിരീക്ഷിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ പണത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ, ഉദാഹരണം ഇത് വാങ്ങാൻ പറ്റില്ല, ഉടനെ ആ റബ്ബർ ബാൻഡ് വലിച്ചു വിടുക. അപ്പോൾ നിങ്ങളുടെ ദേഹത്തേക്ക് ആ റബ്ബർ ബാൻഡ് വലിച്ചങ്ങ് വിടണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ആ ചെറിയ വേദന നിങ്ങളുടെ തലച്ചോറിന് ഒരു സിഗ്നൽ നൽകും. ഈ ചിന്ത പാടില്ല, ഈ ചിന്ത പാടില്ല എന്നൊരു സിഗ്നൽ തരും. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്, ഉടനെ ആ വാക്ക് തിരുത്തി പറയണം. എനിക്കിപ്പോൾ വാങ്ങാൻ പറ്റില്ല എന്നതിന് പകരം ഞാനിത് വാങ്ങാൻ പോകുകയാണ്, പണം വഴിയിലുണ്ട് എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്റ്റെപ്പ് 4 വരെ 1 2 3 4 സ്റ്റെപ്പ് 4 വരെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ആദ്യം പറയുന്നത് ഓൺലി ഫോർ 24 hours, 24 മണിക്കൂർ വേണ്ട വരില്ല. കാര്യം 8 മണിക്കൂർ 9 മണിക്കൂർ നമ്മൾ ഉറങ്ങുമല്ലോ, ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. വെറുതെ പറയുന്നതല്ല. ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് വിൽ സ്മിത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഉൾപ്പെടെ പല സെലിബ്രിറ്റികളും ഈ രീതി ഉപയോഗിക്കാറുണ്ട്. നെഗറ്റീവ് സംസാരിക്കുന്നത് നിർത്തിയപ്പോൾ അവരുടെ ചുറ്റുമുള്ള ഊർജ്ജം തന്നെ മാറി. ആളുകൾ അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുതിയ അവസരങ്ങൾ അവരെ തേടി വരുന്നുണ്ട്. ഈ സെയിം സംഭവം എൻ്റെ സ്റ്റുഡൻസിലും അപ്ലൈ ചെയ്തു. അവരുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആക്ച്വലി തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ ഒരു ഫാസ്റ്റിംഗ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന്. ഇന്നു മുതൽ ഞാൻ തയ്യാറാണെന്ന് അറിഞ്ഞ് കമൻറ്റ് ഇടുക. നാളെ നമ്മൾ ശബ്ദങ്ങളിലൂടെ എങ്ങനെ പണം ആകർഷിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും അത് കാണുക. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് നാളത്തെ വീഡിയോ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ധാരാളമായി തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.